ഹലോ, അപ്പോൾ അതായത് ഒരു ബീഫ് ബിരിയാണി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള പച്ചക്കറികൾ കഴുകിയെടുത്ത് അരിഞ്ഞെടുക്കുന്നുണ്ട്. അതിലേക്ക് വേണ്ട മസാല ഞാനിങ്ങനെ പാക്കറ്റ് വാങ്ങിയിട്ട് വറുത്ത് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതൊക്കെ നെയ്യിലിട്ട് വറുത്ത് കോരിയെടുക്കുന്നുണ്ട്. കൂടെ കറിവേപ്പിലയും കൂടെ വറുത്ത് കോരിയെടുക്കുന്നുണ്ട്. മസാലയും റൈസൊക്കെ ഞാൻ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ അതിന് ദമ്മിടുന്ന പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അടിയിലേക്ക് ഞാൻ മസാല ഇട്ടിട്ട് ബീഫാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, ബീഫ് ബിരിയാണിയാണ്. അപ്പോൾ അടിയിലേക്ക് മസാല ആക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ റൈസ് ഇട്ടിട്ടാണ് കേട്ടോ ദമ്മ് ചെയ്തെടുക്കുന്നത്. 2 സ്റ്റെപ്പായിട്ട് റൈസ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം ഒരു പ്രാവശ്യം ഇട്ട് കൊടുത്തതിന് മുകളിൽ ഗരം മസാല, നെയ്യ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, മല്ലിച്ചപ്പ്, പുതിന ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ പിന്നെ ഞാൻ റൈസ് ഇട്ടിട്ട് അങ്ങനെ 2 സ്റ്റെപ്പായിട്ടാണ് കേട്ടോ ദമ്മ് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ രാത്രിയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോസിന് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും, ക്ലിയർ കുറവുണ്ടാവും. ലൈറ്റിൻ്റെ ഒക്കെ ചെറിയ പ്രശ്നം കൊണ്ടാണ് കേട്ടോ. ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യവും ഏറ്റവും എളുപ്പത്തിൽ ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ ഈ ബിരിയാണി ഉണ്ടാക്കുക എന്ന് പറയുന്നത്. ഇതിപ്പോൾ രാത്രി ഏകദേശം 8 മണിക്കാണ് കേട്ടോ ഞാനിതിൻ്റെ പരിപാടികൾ തുടങ്ങുന്നത് തന്നെ. ഷോപ്പ് കഴിഞ്ഞ് വീട്ടിലെത്തി വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ രാത്രി ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. നല്ലോണം വിശന്ന് നിൽക്കുന്ന സമയത്താണ് കേട്ടോ ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. ദമ്മിട്ട് വെക്കാനുള്ളൊരു സമയം ഒരു മനസ്സൊന്നും എനിക്കുണ്ടായില്ല. പക്ഷേ ഈ ബിരിയാണീൻ്റെ കറക്റ്റ് ഇത് അറിയണമെന്നുണ്ടെങ്കിൽ അത് ദമ്മിട്ട് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ക്ഷമയോട് കൂടിയിട്ട് തന്നെയാണ് ഞാൻ ദമ്മിട്ട് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെയാണ് കേട്ടോ ചെയ്യുക. അടുപ്പത്ത് തന്നെയാണ് വെക്കുന്നത്. ചോറ് വേവിച്ച ആ കണലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കണൽ അതിൻ്റെ മുകളിലിട്ടിട്ട് അതിൻ്റെ മുകളിൽ വെയിറ്റ് എന്തെങ്കിലും വെച്ചിട്ടാണ് ഞാൻ ദമ്മ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും വിശപ്പിൻ്റെ ഊക്കൊണ്ട് എന്തായാലും ദമ്മ് പൊട്ടിക്കുന്നൊന്നും കാണിക്കാൻ പറ്റിയില്ല.